ഹലോ ഫ്രണ്ട്സ്, വിത്ത് സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ്. ഞാൻ ഇന്ന് ഒരു അയില പുളിങ്കറി വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ അയില വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അയില വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കറി വെക്കാൻ ആരംഭിക്കാം. ഇതിന്റെ വയറ്റിൽ പള്ളയ്ക്ക് നല്ലപോലെ അഴുക്കാണ്, അതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞത്. അതുപോലെ ഇതിന്റെ പുറത്ത് ചെതുമ്പി കഴിഞ്ഞാലും ഒരു പുറം ചട്ടയിലുണ്ട്, അത് നമ്മൾ വലിച്ചുരിഞ്ഞെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ ആരംഭിക്കാം. നമുക്ക് ഇനി അയില കറി വെക്കാൻ ആരംഭിക്കാം. അതിനൊരു പ്രത്യേക കൂട്ട് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ കൂട്ടൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 5-6 കഷ്ണം കൊച്ചുള്ളി, ഞാൻ 2 അയിലയാണ് കറി വെക്കുന്നത്, അതിൻ്റെ പരുവത്തിനുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 4-5 ചെതല് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ പുളിങ്കറി വെക്കുന്നതുകൊണ്ട് നമ്മൾ തോട്ടുപുളിയല്ല ഇതിന് ഉപയോഗിക്കുന്നത്, പിഴുപുളിയാണ്. നമുക്കത് അല്പം ഇളം ചൂടുവെള്ളത്തിനകത്ത് നമുക്ക് ഒന്ന് കുതിരാനും ഇട്ട് വെക്കാം. അപ്പൊ കറി വെക്കുമ്പോഴത്തേക്ക് പുളി കുതിർന്നിരിക്കും. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അയില കറി വെക്കാൻ ആരംഭിക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് 2 നുള്ള് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനിയും ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ അരപ്പ് നമ്മൾ റെഡിയാക്കിയത് ഇവിടെ ഇരിക്കുന്നു. 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പിഴുപുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിഴുപുളി ചേർത്ത് പ്രത്യേകതരം അയിലക്കറിയാണ് നമ്മളിന്ന് വെക്കുന്നത്. ഇനി കടുകും ഉലുവായും പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ടുകൂടി ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അയിലയുടെ കഷ്ണത്തിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഞാൻ 2 അയിലയാണ് കറി വെക്കുന്നത്. ഇനി ഞാൻ 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ തിളച്ച് തുടങ്ങി. ഇനി അതിലേക്ക് നമുക്ക് പിഴുപുളി നീര് ചേർത്ത് കൊടുക്കാം. നമ്മൾ നാരെല്ലാം കളഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിരുന്ന നീരാണ്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീനിനോടുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ വെക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അയില കഷ്ണം പറക്കി ഇട്ട് കൊടുക്കാം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി അയില കഷ്ണം പറക്കി വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അനക്കി ഒരു 6-7 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അയില വേകണം.
മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അയില പുളിങ്കറി ഇവിടെ തിളച്ച് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതിൻ്റെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇനി നമുക്കതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. പിഴുപുളി ഇഷ്ടമില്ലാത്തവർക്ക് കുടംപുളി ചേർത്ത് കറി വെക്കാം. പിഴുപുളി ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.